നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണ് വിളിച്ചത്? എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്? നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. പിന്നെ നീ എന്ത് ഉണ്ടാക്കിയെന്നാ ഈ പറയണത്? ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. ഒരു താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു വലിയ ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി ഈ വിളിച്ചോണ്ടല്ലോ വന്നേക്കണത്. ചേട്ടൻ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. സോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ്സ് മാത്രമാണ് നിങ്ങൾ കണ്ടത്. നല്ല നല്ല ഇൻ്റർവ്യൂവേഴ്സിന് പേരുണ്ടാക്കാൻ, ചീത്ത പേരുണ്ടാക്കാൻ, അല്ലെങ്കിൽ യുനോ വളരെ ഒരു ശോകകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവേഴ്സ് ത്രൂ ചാനൽസ് ഇൻ്റർവ്യൂ എന്നുള്ള പേരോട് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു വശം ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ ക്രൂ മെമ്പേഴ്സിനും വല്ല തൂമ്പാപ്പണിക്കും പോയിക്കൂടെ? അറിയാൻ പറ്റുന്നു ചോദിക്കുക, ലിറ്ററലി ചോദിക്കുകയാണ്. ബിക്കോസ് ഐ ഹാവ് ദ റൈറ്റ് ടു ആസ്ക് ദാറ്റ്. ബിക്കോസ് ഞാനും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ഇത് സ്ക്രിപ്റ്റഡ് അല്ല, സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോളെ ഇത് ആരാണ് മോളോട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞു തന്നത്? നിങ്ങൾ ആ വ്യക്തിയെ സെലക്ട് ചെയ്തതിൻ്റെ പുറകിലുള്ള എന്താ പറയുക ഉദ്ദേശം ഓഫ് കോഴ്സ് റീച്ച് തന്നെയാണ്. അവരുടെ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് ചെക്കാക്കി, കമൻസും ചെക്കാക്കി, ഇവരെ എടുത്ത് ഇൻ്റർവ്യൂ ചെയ്താൽ അത്യാവശ്യം നല്ല വ്യൂസും റീച്ചും ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 70+ ആയി ഇതിൻ്റെ വ്യൂസ്, 70K സംതിങ് ആയി. അപ്പോൾ കാര്യങ്ങൾ ചോദിക്കണതിന് ഒരു മര്യാദ ഇല്ലേ? എനിക്കറിയാൻ പലതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു ഇൻ്റർവ്യൂ, ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആരെയും ഇൻ്റർവ്യൂവിന് വിളിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാവരുടെയും വിചാരം അല്ലെങ്കിൽ ഒരു കൂട്ടം ചാനലിന്റെ വിചാരം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി, ഇന്റർവ്യൂവർ ചൂടാവുന്നു അല്ലെങ്കിൽ തെറി പറയുന്നു, യുനോ, അല്ലെങ്കിൽ ഒരു ഹൈലി സെന്റിമെന്റ്സ് സാധനം കൊടുത്തിട്ട് ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ട് ഫസ്റ്റ് ഇതിലേക്ക് വിത്ത് BGM കൊടുക്കുന്നു, അങ്ങനെ ആളുകളെ ആകർഷിക്കുന്നു. ഇതാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ കാര്യങ്ങൾ വളരെ ഡീസന്റ് ആയ രീതിയിൽ ഒരു ഇന്റർവ്യൂവർ ചോദിക്കുക എന്നതാണ് ഇന്റർവ്യൂവിൽ ആദ്യം വേണ്ട ഇന്റർവ്യൂവറിന്റെ ഒരു എത്തിക്സ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പം സൈന ഗ്രൂപ്പിലെ ചേട്ടന്റെ ഇന്റർവ്യൂ, ലൈക്ക് ഹാപ്പി കപ്പിലെ ധന്യ, ആ ചേച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇന്റർവ്യൂ എടുക്കും. ഇന്റർവ്യൂ സെക്ഷൻസ് ഒരുപാട് പേരുകളുണ്ട് അതിനകത്ത്. നല്ല രീതിയിൽ നല്ല ആറ്റിറ്റ്യൂഡ് രീതിയിൽ നല്ല പെർഫെക്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചോദിച്ച് കംഫർട്ട് സോണോട് കൂടി വിത്ത് ഗുഡ് മെസ്സേജസ് ആൻഡ് ഓൾ അവരുടെ കംപ്ലീറ്റ് പഠിച്ചിട്ട് ഇൻഡിപ്പ് പേഴ്സണൽ കാര്യങ്ങളിലോട്ട് പോവാതെ. അതേപോലെ RJ മൈക്ക്, പിന്നെ ബിഹൈൻഡ് ദ വുഡ്സിലെ മറ്റേ പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പയ്യൻ, അയ്യോ എന്നെ ഇന്റർവ്യൂ ചെയ്ത പുള്ളിയുടെ റോഹന്റെ കൂടെ വേറൊരു ഫീമെയിൽ ഉണ്ട്, വൻ ഷോകാണ് അത്. പക്ഷെ റോഹൻ വാസ് അടിപൊളി, നല്ല രീതിയിലുള്ള ഇന്റർവ്യൂ ആണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ആ വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് ആ വ്യക്തിയുടെ കാര്യങ്ങൾ ചോദിക്കാതെ കുട്ടിയെ വലിച്ചിടുന്നു. ലിറ്ററലി നൺ ഓഫ് യു ബിസിനസ് ഡ്യൂഡ്സ്. ലൈക്ക് ഒരു കുട്ടിയുടെ അമ്മയാണ് നിങ്ങൾ, എന്തിന് നിങ്ങൾ കുട്ടിയെയും ഭർത്താവിനെ എടുത്ത് വലിച്ചിടുന്നു? അവർ ലിറ്ററലി പറയുന്നുണ്ട് അവരുടെ ഫാമിലിക്ക് ഒരു കുഴപ്പമില്ല ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന്. പിന്നെ ഇന്റർവ്യൂവർക്കാണോ കുഴപ്പം? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഒരു കുട്ടിയെ പ്രസവിച്ചു എന്ന് ചോദിച്ചിട്ട് അമ്മമാർക്ക് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ട, അവരുടെ ഫാമിലിക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമുള്ളത്? ഇത് കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തിയിട്ട് ലാസ്റ്റ് ഇരുന്ന് മോങ്ങിയിട്ട് എന്താ കാര്യം? ആ മോങ്ങലും അഭിനയമാണ്. എൻ്റെ പൊന്നു മോളെ, ഞാൻ ഈ പറഞ്ഞ
മാതിരി ക്രൂ മെമ്പേഴ്സ് ഫുള്ളാണ് ഈ സംഭവം പ്ലാൻ ആക്കി ഒരു വൈറൽ ആവാൻ വേണ്ടി ചെയ്തേക്കുന്നത്. ഇത് നിർത്തിയിട്ട് നിങ്ങൾ തുമ്പപ്പണിക്ക് പോകണേണ് നല്ലത്. അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടർ വന്നിട്ട് മോളോട് പറഞ്ഞതാണെങ്കിൽ മോളുടെ ഫ്യൂച്ചർ പോണ പരിപാടിയാണത്. കാരണം ഇന്റർവ്യൂവർ അത്രയും നല്ലൊരു ഗുഡ് പൊസിഷനും ഒരു ഗുഡ് ജോബും കാര്യങ്ങളൊക്കെയാണ്. ഇതിനു മുമ്പത്തെ ഒരു കുട്ടി കിടന്നു കൊടുത്തിട്ടാണോ വീഡിയോ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അത് എയറിലാണ്. ആൻഡ് ഷീ ഹാവ് ഹെയർ ഓൺ എക്സ്ക്യൂസസ്. ഒരേ കാര്യങ്ങൾ ചോദിക്കണതിന് അതിൻ്റെതായ പൊളൈറ്റ്നസ് വേർഡ്സും സംഭവങ്ങളും അതിൻ്റെ ഒരു എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കീപ്പ് ചെയ്യാതെ ക്ലിഞ്ഞോ എന്ന് കാണിച്ച് എന്തിനാണ് നിങ്ങൾ വൈറലാവാൻ വെറുതെ ഇങ്ങനെ പട്ടി ഷോ കാണിക്കുന്നത്? വളരെ നല്ല രീതിയിലുള്ള ഇന്റർവ്യൂ ചാനൽസ് എത്ര എണ്ണം ഉണ്ട്, അതൊക്കെ നല്ല ടോപ്പിലാണ് നിൽക്കുന്നത്. എത്രയോ ആൾക്കാർ ഇന്റർവ്യൂവറെയും ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആളുകളെയും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സൈന ഗ്രൂപ്പിൽ ആ ചേട്ടൻ്റെ എന്ത് നല്ല വേ ഓഫ് ഇന്റർവ്യൂയിങ് ആണ്. ആ കുട്ടി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ ചേട്ടൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടായിരിക്കും ഒരു പകുതി മുക്കാലും കമന്റ് സെക്ഷൻ. വല്ല കാര്യമുണ്ട് ഇതിൻ്റെ? ഇതൊക്കെയാണോ വൈറലാവുന്ന രീതി? എന്നിട്ട് അവരൊരു ഷോ കാണിക്കുന്നു, ഇവിടെ നിന്ന് ഒരു ഷോ കാണിക്കും. അത് ഞാൻ പറഞ്ഞു, സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ വൻ ശോകം വൻ ദുരന്തം. പ്ലീസ് നിങ്ങൾ ഇങ്ങനത്തെ ഒരുമാതിരി ക്ലിഞ്ഞോ അവസ്ഥ കാണിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ശോകമാണ് ഇത്. ആൾക്കാർ കാണുന്നവർ മണ്ടന്മാരല്ല. അത് കാണുമ്പോൾ തന്നെ അതിനകത്ത് പകുതി മുക്കാൽ കമന്റ് നന്നായിട്ടുണ്ട് അഭിനയം എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. അല്ല, അഭിനയമല്ല, നിങ്ങളിത് എടോ താൻ ചോദിക്കുന്ന രീതി കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ചെലവ് നോക്കുന്ന താനാണ്. എന്നിട്ട് അവർ കാരണം തനിക്ക് ഇന്റർവ്യൂവറിന് ചീത്തപ്പേരായെന്നുള്ള രീതിയിലാണ് അവരുടെ ഇതിൽ കാര്യങ്ങൾ പോകുന്നു. അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ നിങ്ങൾ അവരെ പിടിച്ചുകൂടി ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ മാന്യമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാതെ കുട്ടിയെ വലിച്ചിടുന്നു, ഭർത്താവിനെ വലിച്ചിടുന്നു, അവരുടെ പേഴ്സണൽ ഇൻഡീപ്പ് കാര്യത്തിലോട്ട് പോകുന്നു. അങ്ങനെ അങ്ങനെ പോയിട്ട് അപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകർ വരും. ഉള്ളിപ്പുണ്ടോ?